കുറേ രോഗികൾ പലപ്പോഴും കേരളത്തിലേക്ക് നമുക്കറിയാം കുറേ ആളുകൾ ഇപ്പോൾ പുറത്തോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ്. ഇപ്പോൾ UK ആണെങ്കിലും സ്വിറ്റ്സർലൻഡ് ആണെങ്കിലും അല്ലെങ്കിൽ ജർമ്മനി, കാനഡ, ഓസ്ട്രേലിയ ഇങ്ങനെ തണുപ്പുള്ള രാജ്യങ്ങളിലോട്ട് മൈഗ്രേറ്റ് ചെയ്യുന്ന ഒരു വലിയ പോപ്പുലേഷൻ കേരളത്തിൽ ഇപ്പോൾ ഉണ്ട്. അപ്പം അവർ മക്കൾ അവിടെ ആയതുകൊണ്ട് നമ്മുടെ പ്രായമുള്ള അമ്മമാരൊക്കെ അല്ലെങ്കിൽ വന്ന് ചോദിക്കും, ഡോക്ടറെ ഞാൻ അങ്ങോട്ട് 6 മാസത്തേക്ക് പോവുകയാണ്, തണുപ്പാണ്, പ്രശ്നമാകുമോ? അപ്പോൾ ഇതിൽ പറയാനുള്ളൊരു കാര്യം, തണുപ്പ് കാരണം ആർത്രൈറ്റിസ് കൂടില്ല. പക്ഷേ ഉള്ള ജോയിൻറ്റിൻ്റെ പെയിൻ തണുപ്പ് കാലത്ത് കൂടും. ഒരു ജോയിൻറ്റ് വേദനയുണ്ട്, ആ വേദന ഒരു 10 എടുക്കുകയാണെങ്കിൽ ഇവിടെ നമ്മൾ ചൂടുള്ള സമയത്ത് ഒരു 2 ആയിട്ടാണ് നമ്മൾ എക്സ്പീരിയൻസ് ചെയ്യുന്നതെങ്കിൽ തണുപ്പുള്ള സ്ഥലത്ത് പോകുമ്പോൾ അത് 4 ആയിട്ടായിരിക്കും എക്സ്പീരിയൻസ് ചെയ്യുന്നത്. അതിന് കാരണം അത് വായു മർദ്ദത്തിലുണ്ടാകുന്ന ചേഞ്ചും ആ വായുവിൻ്റെ മർദ്ദം നമ്മുടെ ജോയിൻറ്റിൽ ഫോഴ്സ് ചെയ്യുന്ന അതിൻ്റെ ഉണ്ടാകുന്ന ചേഞ്ചും ഒക്കെ വെച്ചിട്ടാണ് ഇത് എക്സ്പ്ലെയിൻ ചെയ്യുന്നത്. അതിന് ശാസ്ത്രീയ വശത്തിലേക്ക് ഞാൻ പോകുന്നില്ല. പക്ഷേ ഒരു ജോയിൻറ്റിൽ വേദന ഉണ്ടെങ്കിൽ ചൂടുള്ള സ്ഥലത്ത് കുറച്ച് വേദന കുറഞ്ഞിരിക്കുന്നതായിട്ടും തണുപ്പുള്ള സ്ഥലത്ത് ഇരിക്കുമ്പോൾ ജോയിൻറ്റ് വേദന കൂടുതലായിട്ടും എക്സ്പീരിയൻസ് ചെയ്യും, നമ്മൾ കൂടുതൽ ഫീൽ ചെയ്യും, ഉള്ള വേദന കൂടുതലായിട്ട് നമ്മൾ ഫീൽ ചെയ്യും. അത് അസുഖം കൂടുന്നതുകൊണ്ടല്ല, പക്ഷേ ഉള്ള വേദന കൂടുതലായിട്ട് ജോയിൻറ്റിലുണ്ടാകുന്ന മർദ്ദം, പുറത്തുനിന്ന് വരുന്ന മർദ്ദം കൂടുന്നത് കൊണ്ട് ജോയിൻറ്റിലെ നീർക്കെട്ട് കുറച്ച് കൂടുതലായിട്ട് നമുക്ക് തോന്നും. അത് ചിലർ AC ഒക്കെ വളരെ തണുപ്പിച്ചിട്ട് കഴിഞ്ഞാലും ഉള്ള വേദന കൂടുതലായിട്ട് വരുന്നതായിട്ട് കണ്ടിട്ടുണ്ട്. അതുപോലെ AC ഇട്ട് തുടങ്ങിക്കഴിഞ്ഞാൽ രാവിലെ എഴുന്നേൽക്കുമ്പോൾ അവർക്ക് സ്റ്റിഫ്നെസ് ഉള്ളതുപോലെയും അത് കയ്യിലെ പിടുത്തം കൂടുതലായിട്ട് എക്സ്പീരിയൻസ് ചെയ്യുന്നതായിട്ട് അതും നമ്മൾ കണ്ടിട്ടുണ്ട്. അപ്പോൾ തണുപ്പ് കാരണം അസുഖം കൂടില്ല, പക്ഷേ ഉള്ള വേദന തണുപ്പത്ത് പോയി കഴിഞ്ഞാൽ കൂടുതലായിട്ട് എക്സ്പീരിയൻസ് ചെയ്യാം. അതാണ് ഒന്നാമത് നമ്മൾ മനസ്സിലാക്കേണ്ടത്. അപ്പോൾ ഇവിടെയുള്ള ആളുകൾക്ക് ഇപ്പോൾ പൂർണ്ണമായിട്ടും കൺട്രോൾ ചെയ്ത് റുമറ്റോയ്ഡ് ആർത്രൈറ്റിസ് ആണ്, SLE ആണ്, അങ്ങനെയൊക്കെ ആണെങ്കിലും ആങ്കൈലൽ സ്പോണ്ടിലൈറ്റിസ് ആണെങ്കിലും തണുപ്പ് രാജ്യത്തിൽ പോകുന്നതിൽ പ്രശ്നമൊന്നുമില്ല. അവിടെ പോയി കഴിഞ്ഞാൽ ഈ തണുപ്പ് കാരണം ഫ്ലെയറപ്പ് വരില്ല. പക്ഷേ പലപ്പോഴും നമ്മൾ അവിടെ പോകുമ്പോൾ നമ്മുടെ ജീവിത രീതി ചേഞ്ച് ചെയ്യാൻ സാധ്യതയുണ്ട്. അതൊരു പ്രശ്നമാണ്. നമ്മുടെ ഫുഡ് ഹാബിറ്റ്സ് ചേഞ്ച് ചെയ്യും. ചിലർക്ക് അവിടെ പോകുമ്പോൾ വേറെ തരത്തിലുള്ള ആക്ടിവിറ്റി കുറയാൻ സാധ്യതയുണ്ട്. നമ്മുടെ ഫോർ എക്സാമ്പിൾ ഒരാൾ ഇവിടുന്ന് കാനഡയിൽ പോകുമ്പോൾ ഒരു 3ാമത്തെ നിലയിലായിരിക്കും, അവിടെയൊക്കെ വെർട്ടിക്കലായിട്ടുള്ള വീടുകളാണല്ലോ, അപ്പോൾ അവർക്ക് പടി കയറി ഇറങ്ങേണ്ടി വന്നേക്കാം. അങ്ങനെ മുട്ടിന് തേയ്മാനമുള്ള പടി കയറി ഇറങ്ങുമ്പോൾ ചിലപ്പോൾ വേദന വരാം. അങ്ങനെയുള്ള കാര്യങ്ങളാണ് കൂടുതൽ നമുക്ക് പ്രശ്നം ഉണ്ടാക്കുന്നത്. തണുപ്പ് കാരണം ഉള്ള വേദന കൂടുതലായിട്ട് എക്സ്പീരിയൻസ് ചെയ്യുന്നതല്ലാതെ ഒരു ഭയങ്കരമായ ഒരു ഫ്ലെയറപ്സ് പലപ്പോഴും നമ്മൾ കാണാറില്ല. പക്ഷേ ചിലർക്ക് ഫുഡ് ഹാബിറ്റ്സും ബാക്കിയുള്ള കാര്യങ്ങൾ മാറുമ്പോൾ അവിടുത്തെ ജീവിത രീതിയായിട്ട് അഡാപ്റ്റ് ചെയ്ത് കഴിയുമ്പോൾ ചിലർക്ക് ചില രീതിയിലുള്ള ഫ്ലെയറപ്സ് വരാം. പക്ഷേ നമ്മുടെ 100 കണക്കിന് പേഷ്യൻസ് പല തണുപ്പുള്ള രാജ്യങ്ങളും പോയിട്ടുണ്ട്. അവർക്ക് പലപ്പോഴും ഇവിടെ നിന്ന് ടെലി കൺസൾട്ട് ചെയ്ത് നമ്മൾ ട്രീറ്റ് ചെയ്യുമ്പോഴും അവരൊന്നും ഫ്ലെയറപ്പ് റിപ്പോർട്ട് ചെയ്യാറുമില്ല. ഇപ്പം പ്രായമുള്ളവർ പുറത്തു പോയി വരുമ്പോഴും അവർക്കൊന്നും കാര്യമായിട്ടുള്ളൊരു വേദന വരാറില്ല. പക്ഷേ 100 പേര് പോയി കഴിഞ്ഞാൽ 3-4 പേർക്ക് അവിടെ ജീവിക്കുമ്പോൾ ചില അസുഖം കൂടിയെന്ന് പറയാറുണ്ട്. പക്ഷേ അങ്ങനെയുള്ളവർക്ക് ചെറിയ രീതിയിൽ മരുന്നുകൾ അഡ്ജസ്റ്റ് ചെയ്ത് പിന്നെ അവർ കുഴപ്പമില്ലാത്ത രീതിയിൽ പോകാറുണ്ട്. അതുകൊണ്ട് നിങ്ങൾക്ക് പുറത്തോട്ട് പോകണം, തണുപ്പുള്ള രാജ്യത്ത് പോകണം എന്നുള്ളതുകൊണ്ട് ഒരിക്കലും ആർത്രൈറ്റിസ് അത് ഒരു റെസ്ട്രിക്ഷൻ ആകില്ല. ആർത്രൈറ്റിസ് ഉള്ളതുകൊണ്ട് പോകാതിരിക്കേണ്ട കാര്യമൊന്നുമില്ല. നിങ്ങൾക്ക് വേണമെങ്കിൽ പോകാം.